എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളുടെ വിഷയം ലോ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. ലോ ഓഫ് എക്സ്ചേഞ്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ലൈഫ് സസ്റ്റെയിൻസ് ഇറ്റ്സെൽഫ് ത്രൂ റിത്തമിക് ഇന്ററാക്ഷൻ. നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ പറയുന്നതാണ്. തുടക്കം മുതൽ നമ്മൾ വിനിമയങ്ങൾ, പാറ്റേൺസ്, അതിനെപ്പറ്റി വളരെ ഇതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്റർ കണക്ഷൻസ്, ഇന്റർ റിലേഷൻസ് എല്ലാം നമ്മൾ ഈ എക്സിസ്റ്റൻസിന്റെ എല്ലാ വശങ്ങളിലും ഈ ഇന്റർ കണക്ഷൻസ് ഉണ്ട്. തമ്മിലുള്ള ഇന്ററാക്ഷൻസിലാണ് ഈ എക്സിസ്റ്റൻസ് ആ ചലനാത്മകതയിലൂടെ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇത് വായിക്കാം. വിനിമയ നിയമവും പ്രതിഭാസങ്ങളും. ഓരോ ജീവിയും ദ്രവ്യം, ഊർജം, ആശയങ്ങൾ എന്നിവയുടെ കാലാനുസൃതമായ ഒഴുക്കിലൂടെ അതിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ജൈവതലങ്ങളുമായി നിരന്തര ഒരു വിനിമയ ബന്ധം പുലർത്തുന്നു. ഇതാണ് ഒരു ജീവന്റെ വിനിമയ നിയമം. ജീവിയുടെയും അത് നിലനിൽക്കുന്ന പരിസ്ഥിതിയുടെയും ഇടയിലുള്ള നിരന്തരമായ ഇടപെടലിലൂടെയും പരസ്പര ചലനത്തിലൂടെയുമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്ന് ഈ നിയമം പറയുന്നു. ഈ നിയമപ്രകാരം അസ്തിത്വം എന്നത് സ്വീകരിക്കുന്നതിനെയും പുറന്തള്ളുന്നതിനെയും വിശ്രമത്തെയും പ്രവൃത്തിയെയും ആശ്രയിച്ചിരിക്കുന്നു. ഇടപെടൽ, പരസ്പര പൂരകത്വം, താളാത്മകമായ ഒഴുക്ക് എന്നിവയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ. ശ്വസനം വാതകങ്ങളെ കൈമാറ്റം ചെയ്യുന്നു. ദഹനം പോഷകങ്ങളെ വിനിമയം ചെയ്യുന്നു. വിസർജനം മാലിന്യങ്ങളെ പുറത്തുവിടുന്നു. ഇന്ദ്രിയാനുഭവങ്ങളും അവയ്ക്കുള്ള പ്രതികരണങ്ങളും ചേർന്ന് മാനസികമായ വിനിമയം രൂപപ്പെടുന്നു. ജാഗ്രത, ഉണർവ്, സ്വപ്നം, സുഷുപ്തി, ആഴത്തിലുള്ള ഉറക്കം, ബോധരഹിതമായ വിശ്രമം എന്നീ അവസ്ഥകൾ ഉണ്ടാകുന്നത് ഈ വിനിമയത്തിലെ മാറ്റങ്ങൾ മൂലമാണ്. വളർച്ച, അവബോധം, പൊരുത്തപ്പെടൽ, സന്തുലിതാവസ്ഥ എന്നിവ ശരിയായ വിനിമയത്തെ ആശ്രയിച്ചിരിക്കുന്നു. വിനിമയത്തിലെ തടസ്സങ്ങൾ വളർച്ചയിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും രോഗത്തിലേക്കും നയിക്കുന്നു. വിനിമയത്തിലൂടെ ജീവന്റെ ചലനാത്മകതയും ബോധപൂർവമായ ചുറ്റുപാടുകളുമായി സംയോജിക്കപ്പെട്ടും നിലനിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രമേയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ നിയമത്തിലൂടെ നമ്മൾ ജീവന്റെ പാറ്റേണുകളെ നമ്മൾ പഠിക്കുകയാണ്. അത് എങ്ങനെയാണെന്നുള്ളതിന് അതിന് നിയതമായിട്ടുള്ള നിയമങ്ങളുണ്ട്, പ്രകൃതി നിയമങ്ങളുണ്ട്, ഇതുപോലെ തന്നെ ജീവന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൂടെയാണ് ഈ അസ്തിത്വങ്ങൾ പരസ്പര പൂരകമായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നതും തമ്മിൽ ഇന്റർഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ വിനിമയ നിയമം ഇത് യൂണിവേഴ്സലായിട്ടുള്ള ആപ്ലിക്കബിലിറ്റി ഉണ്ട്. നമ്മളത് ആദ്യം തന്നെ ഇതിൻ്റെ പാറ്റേൺസിനെ പറ്റി പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. ഫ്ലോ പാറ്റേൺ, സൈക്ലിക്കൽ പാറ്റേൺ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് പാറ്റേൺ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം തമ്മിലുള്ള വിനിമയങ്ങളെ പറ്റിയുള്ള ആ നാച്ചുറൽ സിസ്റ്റമിക് പാറ്റേൺസ് ആണ്. അപ്പോൾ അത് അനുസരിച്ചിട്ട് ഇത് തമ്മിൽ അന്യോന്യം കണക്ഷൻ നിലനിർത്തിക്കൊണ്ട് ഇതിൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ സസ്റ്റൈനബിലിറ്റി അത് ശരിക്ക് അതിൻ്റെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിൽക്കണം. അതുപോലെ തന്നെ ഇത് തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ സമ്പന്നത, പ്രകൃതിയിലെ സമ്പന്നതയുടെ അടിസ്ഥാനം ഇത് തന്നെയാണ്. ഇത് തമ്മിൽ അന്യോന്യം വിനിമയം ചെയ്ത് അന്യോന്യം കൈമാറി ഓരോന്നിനും അതിൻ്റെ ഒഴുക്കിലൂടെ അതിൻ്റെ പോഷകങ്ങളാണേലും വിവരങ്ങളാണേലും ബാക്കിയുള്ള ഇടപെടലുകളും തമ്മിൽ ഒരു കണക്ഷൻ നിലനിൽക്കുമ്പോഴാണ് അതിൻ്റെ താളാത്മകമായിട്ടുള്ള ഒരു ഒഴുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ അതിനെ ശരിക്ക് മനസ്സിലാക്കി ഇതിന് തടസ്സം വരാതിരിക്കും. ഇപ്പം തടസ്സം വരുന്നിടത്താണ് ഈ ഡിസീസസ് ഫോം ചെയ്യുന്നത്. ഒറിജിൻ ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് മുഴുവനും ഈ കൈമാറ്റങ്ങളിലുള്ള തടസ്സമാണ്. എവിടൊക്കെയോ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ. അപ്പോൾ ജീവനിൽ ഈ ഒഴുക്ക് നിലയ്ക്കാൻ പാടില്ല. അത് സ്റ്റാഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ പൊള്യൂട്ടഡ് ആകും. അത് രോഗകാരണങ്ങളായിട്ട് മാറും. അപ്പോൾ ഈ വിനിമയം സ്വതന്ത്രമായിരിക്കുന്നിടത്താണ് ജീവിതം ചലനാത്മകമായി നടക്കുന്നത്. അപ്പം അല്ലാത്തടത്ത് അത് ജീവൻ സ്തംഭിച്ച് രോഗകാരങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ദ്രവ്യത്തിൻ്റെ
കൈമാറ്റമുണ്ട്, ഊർജത്തിൻ്റെ കൈമാറ്റമുണ്ട്, വിവരങ്ങളുടെ കൈമാറ്റമുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഓരോ നമ്മുടെ എല്ലാ ആസ്പെക്റ്റുകളും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെല്ലാം ഈ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ഒരു ഒഴുക്കിനെ താളാത്മകമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് താളാത്മകമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജീവിതചര്യകൾ അതിൻ്റെ നേരായ ഒരു ക്രമത്തിലൂടെ കൊണ്ടുപോകണമെന്നില്ല. അപ്പം നമ്മൾ ക്രമത്തിനെ പറ്റിയും ഇതെല്ലാം അന്യോന്യം കണക്റ്റഡ് ആണെന്നുള്ള മനസ്സിലാക്കണം. ഈ ക്രമം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്രമത്തിലൂടെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഫ്ലോസ് തടസ്സപ്പെടില്ല. ആ തടസ്സപ്പെടാതെ പോകുന്നതിനാണ് അതിൻ്റെ അകത്താണ് ചലനാത്മകത ഉണ്ടാകുന്നത്. അപ്പം അവിടെ നമ്മൾ ഇതുമായിട്ട് ചേർന്നിട്ടുള്ള ആ സവിശേഷതകൾ നമ്മൾ പറയാനാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഈ ശ്വസനം വാതകങ്ങളെ കൈമാറ്റം ചെയ്യുന്നു, ദഹനം പോഷകങ്ങളെ വിനിമയം ചെയ്യുന്നു, വിസർജനം മാലിന്യങ്ങളെ പുറത്തുവിടുന്നു. അതുപോലെ തന്നെയാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ. നമുക്ക് ഇമോഷണലായിട്ടുള്ള പലതും ഇൻപുട്ടുകൾ വരുന്നുണ്ട്. ആ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്ത് കടത്തിവിടണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ലെറ്റ് ഗോ എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. ആ കടത്തിവിടൽ അവിടെ നടന്നില്ലെന്നുണ്ടെങ്കിൽ മെൻ്റൽ ഇമോഷണൽ ബാഗേജ് വരുന്നു, മെൻ്റൽ ഡിസ്ട്രെസ് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് മറ്റ് രോഗകാരണങ്ങളിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേണ്ടിയതെന്ന് പറഞ്ഞാൽ ഇതിനെ റെസ്റ്റ് കൊടുക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മാനസികമായിട്ടുള്ള വളരെയധികം വിനിമയങ്ങൾ, ഇടപെടലുകൾ ഡേ ടു ഡേ ബേസിൽ നടക്കുന്നുണ്ട്. അതിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നമുക്കത് പ്രോസസ്സ് ചെയ്യാതെ ഇമോഷണൽ ബാഗേജസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഈ മെഡിറ്റേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ സാധാരണ ഇതിലുള്ള വിശ്രമം, ഇടയ്ക്ക് വിശ്രമം കൊടുക്കണം. അതുപോലെ തന്നെ ഉറക്കം, ഡീപ്പ് സ്ലീപ്പ് എന്നുള്ള ആഴത്തിലുള്ള ഉറക്കം, അതുപോലെ തന്നെ ബോധരഹിതമായ വിശ്രമം. ബോധരഹിതമായ വിശ്രമം എന്ന് പറയുമ്പോഴത്തേക്കും മെഡിറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. എന്നീ അവസ്ഥകൾ ഉണ്ടാകുന്നത് ഈ വിനിമയത്തിലെ മാറ്റങ്ങൾ മൂലമാണ് ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. അപ്പം ഇതിലെ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് തളർച്ചയിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും രോഗത്തിലേക്കും നയിക്കുന്നു. ഈ വിനിമയത്തിലൂടെ ജീവൻ ചലനാത്മകതയും ബോധപൂർവമായ ചുറ്റുപാടുകളുമായിട്ട് സംയോജിക്കപ്പെട്ട് നിൽക്കുന്നു. അതാണ് ശരിക്കുള്ള ആ ഒരു ശരിക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. അതിലാണ് നമുക്ക് സ്വാസ്ഥ്യം കിട്ടുന്നത്. അപ്പോൾ ഈ ഒഴുക്കിനെ തടസ്സപ്പെടാതെ, നമ്മളെപ്പോഴും പറയുന്നത് ട്രാൻസ്പെറൻസി നിലനിർത്തണമെന്ന്. ആ ഒഴുക്കിനെ തടസ്സപ്പെടാതെ നിർത്തിയെങ്കിൽ മാത്രമേ ട്രാൻസ്പെറൻസി എല്ലാ വിധത്തിലുള്ള മെൻ്റലാണെങ്കിലും ഫിസിക്കലാണെങ്കിലും എല്ലാം ആ ട്രാൻസ്പെറൻസി നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. നമ്മൾ ഇത് ചുറ്റുപാടുകളുമായിട്ട് എല്ലാമായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്വാസ്ഥ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിൽക്കും. കംപ്ലീറ്റ് ആരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിർത്താൻ കഴിയും. ഇതാണ് ഇത് പറഞ്ഞതിൻ്റെ സാരം. നന്ദി, നമസ്കാരം.